കക്ഷിത്വം എന്നത് ഞങ്ങളെ തൊട്ട് തീണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇഖ്ലാസ് ഞങ്ങൾ എന്താണ് ഫേസ്ബുക്കിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ കാര്യങ്ങൾ അറിയിക്കുന്നുള്ളൂ. അത് അള്ളാഹ് കാണാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് അതിന്റെ ഒരു വിശദീകരണം നിങ്ങളിൽ നിന്ന് കിട്ടിയാൽ നല്ലത്. അപ്പൊ അഹ്മദ് ബിൻ ഹംബലിനെ പുകഴ്ത്തണം. അഹ്മദ് ബിൻ ഹംബലിനെ പുകഴ്ത്തിയിട്ട് എന്താണ് അഹ്മദ് ബിൻ ഹംബലിനെ പുകഴ്ത്തിയാല് ഇപ്പുറത്തുള്ള അവസ്ഥ? അഹ്മദ് ബിൻ ഹംബൽ ആരാ? ഖൽഖുൽ ഖുർആൻ പറഞ്ഞ ആളുകളെ കാഫിറാക്കുകയും അതിലൊരു ഇങ്ങനെ ഒരു എടർച്ചുണ്ടായ ആൾക്കാർ ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്ന് പറഞ്ഞു മുബ്തദിഅ എന്ന് പറഞ്ഞ അഹ്മദ് ബിൻ ഹംബൽ. ഇവരെ വലിയ ഉസ്താദ് കുഞ്ഞു മുഹമ്മദ് വദനി പറപ്പൂരി ആളവസ്ഥ എന്താ? ഒരു ഇബാദി അഹ്മദ് ബിൻ ഹംബല് അന്ന് എതിർത്തത് ആരെയാണ്? അവരുടെയൊക്കെ പിന്തലമുറക്കാർ. അവിടെ വന്ന ഏതോ ചങ്ങായി, എന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അവിടെ ഒമാനിൽ വെച്ച് അയാളെ കാണാൻ പറ്റി, അയാളുമായിരിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ എവിടെ? പറപ്പൂർ ഉസ്താദ് എവിടെ? ഇവരെ പറപ്പൂർ ഉസ്താദ് എവിടെ? അഹ്മദ് ബിൻ ഹംബൽ എവിടെ? ഇതൊക്കെ ഈ തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മുത്തിപ്പിടിച്ചിട്ട് എന്താണ് ഫ്രണ്ടിൽ ഞങ്ങൾക്ക് കക്ഷിത്വം എവിടെ? ഞങ്ങൾ അഹ്മദ് ബിൻ ഹംബലിന്റെ ആൾക്കാർ. അഹ്മദ് ബിൻ ഹംബലെങ്ങാനും നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തല ഈ കോലത്തിൽ ഉണ്ടാവും. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും അതുപോലെ സ്വർഗത്തിൽ ഉന്നതമായ പദവിയും നൽകട്ടെ. ആമീൻ. അഹ്മദ് ബിൻ ഹംബൽ. എന്നിട്ട് പിന്നെന്താണ്? പിന്നെ മുതാബഅത്തിന്റെ വിഷയം അങ്ങനെ പറഞ്ഞു അവസാനം ഹുഫമ്മല് തടവുന്ന അവസ്ഥ. ഹുഫമ്മല് തടവ്. ഹുഫ എന്ന് പറഞ്ഞാൽ എന്താ? ഹുഫ എന്ന് പറഞ്ഞാൽ ഈ ടാർമണിക്കാരൊക്കെ ഇടുന്നത് കണ്ടിട്ടില്ലേ? അതേപോലത്തെ ഒരു ചെരുപ്പാണ്, അതേപോലത്തെ ഒരു ഷൂ. ഹുഫ എന്ന് പറഞ്ഞാൽ എന്താണ്? സോക്സ് തോലായാലും എങ്ങനെ ഉണ്ടാവും? സോക്സ് സെയിം സോക്സ് അത് ലെതറിന്റെ സോക്സ്. അതിനാണ് ഹുഫാന്ന് സ്വാഭാവികമായിട്ട് ബുദ്ധിയുള്ളവർ പറയല്. ഇനി ഇതെങ്ങാനും വല്ല നിനക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് അതിന് അറബിയിൽ ഹിദ എന്ന് വാക്കുണ്ട്, പേരുണ്ട് ഷൂവിന്. ടാറ് പണിക്കാരൊക്കെ ഇടുന്നത് ഇനിയിപ്പോ നാളെ അടുത്ത വിശദീകരണത്തിൽ എന്താ ഹുഫ ടാറ് പണിക്കാർ കിട്ടൂടെ എന്ന് ചോദിച്ചാൽ അതിനെനിക്കൊന്നും പറയാനില്ല. മറിച്ച് ടാറ് പണിക്കാരിടുന്ന ഒരു ബൂട്ടുണ്ട്. അതേതാണ്? നമ്മളുടെ മുട്ടിന്റെ അടം വരെയുള്ള ഒരു ഇങ്ങനെ ലൂസായി നിൽക്കുന്ന ഒരു ബൂട്ട്. പാടത്തൊക്കെ പണിയെടുക്കുന്നവരൊക്കെ ചെയ്യാറുണ്ട്. അതാണ് അത്ര ഹുഫ. ഹുഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ തോലിന്റെ, അതായത് ലെതറിന്റെ സോക്സ്. അത് കാണാത്തവർക്ക് എത്രയോ കാണാം. ഞാൻ ആലോചിക്കണത് ഇയാളൊക്കെ UP പഠിച്ചിരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് ഹുഫ കണ്ടില്ല. അവിടെ എത്രയോ ഹുഫുള്ള ആൾക്കാരുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഹുഫ കാണുന്നത്, നോർത്തിൽ നിന്ന്. ആലാക്കുൽ എന്തെങ്കിലും. ഇനി അങ്ങനെ വന്ന് എവിടേക്കെത്തി? സംഘടനയുടെ അവിടേക്കെത്തി. സംഘടന വന്നപ്പോഴാണ് പിന്നാണ് ഒരു എന്താ പറയാ സലഫി മനേജ് അങ്ങോട്ട് വന്നത്. സംഘടന എന്നത് ലോകത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാരാരും പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പറ്റും എന്ന് പറഞ്ഞവരൊന്നും ഒന്നുകിൽ ലോകത്ത് ഉണ്ടായിരുന്നവരല്ല, അല്ലെങ്കിൽ മഹാരഥന്മാരല്ല, അല്ലെങ്കിൽ പണ്ഡിതന്മാരല്ല. മനസ്സിലാണോ? ഇത്ര അതിൽ വിഷയത്തിൽ പറയാനുള്ളൂ. അശേഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി ആരായിരുന്നു? പണ്ഡിതനല്ലായിരുന്നു, അതോ മഹാരഥനല്ലായിരുന്നു, അതോ ലോകത്തുണ്ടായിരുന്ന ആളല്ല? ഇത് മൂന്നുമാണ് അദ്ദേഹം. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി എന്തായാലും പറഞ്ഞത് അൽ ജംഇയ്യാത്ത് ഹിസ്ബിയാത്ത്. ജംഇയ്യകൾ എന്ന് പറഞ്ഞാൽ കക്ഷിത്വമാണ്. ഇതിലാണ് ആദ്യം പറഞ്ഞ അൽ ജംഇയ്യാത്ത് ഹിസ്ബിയാത്തുൻ മുഗല്ലഫ, ചുറ്റിപ്പൊതിഞ്ഞ ഹിസ്ബികളാണ്. പുറത്ത് കാണുമ്പോൾ നല്ല സുന്നത്തിന്റെ ആൾക്കാർ. ആരെ കുറിച്ചാണ്? ഹിയാത്തുറാത്ത് അതുപോലുള്ള കുറെ ടീമിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിന്റെ ചർച്ച നമുക്ക് പിന്നെ നോക്കാം. ചർച്ച അല്ല, ഒരു സൂചന മാത്രം. എന്തായാലും നമ്മൾ ഈ ക്രമത്തിലാണല്ലോ പോണത്. അപ്പൊ ഇവര് അതുപോലെ തന്നെ ഇത്തരത്തിൽ സംഘടന പാടില്ല എന്ന് പറഞ്ഞ പലരും ഉണ്ട്. നമുക്കറിയാം പലരെയും പലരും ഉണ്ട്. പലരെയും നമ്മൾ ഉദ്ധരിക്കുന്നില്ല. ഒരാളെ നമ്മൾ പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് മടങ്ങാം. എന്തായാലും സംഘടനയുടെ അവസ്ഥ. ഇനിയോ ചില ഉലമാക്കൾക്ക് പറ്റുന്ന അഭിപ്രായക്കാരുണ്ടായിരുന്നു. പലപ്പോഴും സംഘടന എന്ന സാധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇതിനെ അനുവദിച്ച ഉലമാക്കളൊക്കെ ഉണ്ട്. അതായത് ഇതിന്റെ ഖുബ്സ്, ഇതിന്റെ കേട് പുറത്തു വരാത്ത ഫസ്റ്റ് തന്നെ കാണുമ്പോ ചിലപ്പോ ഉസാമ ബിൻ ലാദനെ നല്ലത് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെന്തായി?
പിന്നെ അത് കേടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അന്നേ കേടാന്ന് പറഞ്ഞ ആളുണ്ട്, ഷെയ്ഖ് മുഖ്ബിൽ ഇബ്നു ഹാദി അൽവാദി റഹിമഹുല്ലാഹ്. അപ്പൊ അതാ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കോളുകൾ വരുന്നു, അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല. പക്ഷേ ഷെയ്ഖ് മുഖ്ബിൽ പറഞ്ഞു, നമ്മളൊരു കാര്യം ഹക്കിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പിന്നെ അതിനൊരു മാറ്റവും ഇല്ല. മനസ്സിലാവുണ്ടോ? അപ്പോ ചിലത് എന്തായിരിക്കും തുടക്കത്തിൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഉലമാക്കളെ എന്തല്ല, അള്ളാഹു അല്ല, അള്ളാഹുവിന്റെ റസൂലല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് ഉലമാക്കൾ മനുഷ്യന്മാരാണ്. ഉലമാക്കൾ ആരാണ്? മലക്കുകളല്ല. പിന്നെ ആരാണ്? യുസീബു വയുഖ്തി, തെറ്റുപറ്റും ശരിയും പറ്റും. അപ്പൊ അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാല് തെറ്റെടുക്കണം മറിച്ച് ശരി എടുക്കണം എന്നാണ്. ഇപ്പൊ ഈ 3 കാര്യങ്ങളിൽ പറഞ്ഞപ്പോ തന്നെ ഏകദേശം നിങ്ങൾക്ക് അതിന്റെ കണക്ക് കിട്ടിയിട്ടുണ്ടാവും. സംഘടന കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ ഒരവസ്ഥ കിട്ടിയിട്ടുണ്ടാവും. ഇതന്നെ KNMന്റെ അവസ്ഥ. KNMകാരനാണോ അവനോട് ഒരു പ്രത്യേക ഇഷ്ടം? KNMകാരനാണെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടം, ജമാഅത്ത് ഇസ്ലാമിക്കാരനോട് ഒരു പ്രത്യേക ഇഷ്ടം, ഇഷ്ടംകാരനോട് ഒരു പ്രത്യേക ഇഷ്ടം. അതുണ്ട്. ഇല്ലാന്ന് ആരാ പറയുന്നത്? എനിക്കറിയില്ല. ഇല്ലാന്ന് പ്രസംഗത്തിൽ ഇങ്ങനെ പറയാന്നല്ലാണ്ട്. അടുത്ത വിഷയം എന്താണ്? അപ്പൊ തെളിവ് എന്താണ്? ഇനി സംഘടനക്കുള്ള തെളിവാണ്. സംഘടനക്കുള്ള തെളിവ് ആരാ പറയുന്നത്? ഷെയ്ഖ് അൽബാനി. ഷെയ്ഖ് അൽബാനിയേക്കാൾ വലിയൊരു പണ്ഡിതൻ കേരളത്തിലുണ്ടോ എന്ന് ലോകത്തുനിന്ന് ഇങ്ങനെ പിടിക്കാൻ നോക്കിയിട്ട് പിന്നെ അവസാനം കേരളത്തിലുണ്ടെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തൊരു വിനയം. അപ്പോ ഷെയ്ഖ് അൽബാനിന്റെ ആയിക്കോട്ടെ, ഷെയ്ഖ് അൽബാനി ആരാണ്? ഇമാമാണ്. നമ്മളെന്താണ് ഷെയ്ഖ് അൽബാനിയെ കുറിച്ച് പറഞ്ഞത്? ഇമാം ഷെയ്ഖ് അൽബാനി ഇമാം. ഉലമാക്കൾ പറയാറുണ്ട്, ഇബ്നു ഹജർ അൽ അസ്ഖലാനിക്ക് ശേഷം ഷെയ്ഖ് അൽബാനിയെ പോലെ ഒരാൾ വന്നിട്ടില്ല. ഉലമാക്കൾ പറയാറുണ്ട്, എന്ത്? ഇബ്നു ഹജർ അൽ അസ്ഖലാനിക്ക് ശേഷം ഷെയ്ഖ് അൽബാനിയെ പോലെ ഒരാള് വന്നിട്ടില്ല. റഹിമഹുല്ലാഹു റഹ്മതൻ വാസിഅ. ഇമാമാണത്. ഇമാമു അൽ ഹദീസ്, ഇമാമു സുന്ന. അദ്ദേഹം സുന്നികളുടെ ഇമാമാണ്. അപ്പോ അതാണ് ഷെയ്ഖ് അൽബാനി ട്ടോ. ഷെയ്ഖ് അൽബാനി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദമ്മാജി പോയി പഠിക്കണം എന്ന് പറഞ്ഞു. ആ ഷെയ്ഖ് അൽബാനി ആണെന്ത്? ദമ്മാജി പോയി പഠിക്കാൻ പറഞ്ഞു. അപ്പൊ എന്താ പറയുന്ന? ഇനിയിപ്പോ നമ്മളെന്താ കാണിക്കാം? ദമ്മാജി ആവാൻ വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യണ ആരാണ്? ഷെയ്ഖ് അൽബാനി. ഇവരെ ഭാഷയിൽ പറഞ്ഞ ദമ്മാജിലേക്ക് റിക്രൂട്ട് ചെയ്യണ ആരാണ്? ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ്. ശരി, അപ്പൊ ദമ്മാജിലേക്ക് റിക്രൂട്ട് ചെയ്യണോനെ നിങ്ങളെന്താ വിളിക്കുക? ഒരു ദമ്മാജി ഷെയ്ഖ് എന്ന് വിളിക്കേണ്ടി വരും. മനസ്സിലാണ്ടോ? ദമ്മാജി ഷെയ്ഖ്. നിങ്ങൾ നമ്മളെ ദമ്മാജി എന്ന് വിളിക്കണ്ടല്ലോ. ഇവിടെ ദമ്മാജിൽ വേഗം പോവാൻ പറ്റ. അത് വൈകിപ്പിക്കരുത്. വൈകിപ്പിക്കൽ ശൈത്താനി എന്നുള്ളതാണെന്ന് പറഞ്ഞ ഷെയ്ഖ് അൽബാനിനെ നിങ്ങൾ എന്താ വിളിക്കുക? തൊയ്യും. അപ്പൊ അത് ഇങ്ങനെ നീട്ടണ്ട. ഇനി ഷെയ്ഖ് അൽബാനി പറഞ്ഞ വേറൊരു ഫത്വ പറയണോ? പാന്റ് ഹറാമാണ്. പാന്റ് എന്താണ്? പാന്റ് ധരിക്കൽ ഹറാമാണ്. 2 കാരണങ്ങളാണ് ഷെയ്ഖ് അൽബാനി അതിന് പറഞ്ഞത്. വെറുതെ ഇങ്ങനെ പാന്റ് ധരിക്കൽ ഹറാമാണെന്ന് ഇങ്ങനെ പറഞ്ഞാല് 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്താണ്? തശബ്ബുഹും ബിൽ കുഫാർ, കുഫാറുകളോട് സാദൃശ്യപ്പെടലാണ്. നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പ് കാരണന്മാര് പാന്റ് എടുക്കണത് കണ്ടാല്, ഒരു 20 വർഷം മുമ്പ് പാന്റ് എടുക്കണത് കണ്ടാല് മനസ്സിലാണ്ടോ? 20 അല്ലെങ്കിൽ 30, 20 വേണ്ട, ഒരു 30, 40 പിടിച്ചോ. അല്ലെങ്കിൽ കാരണന്മാരെ കൂട്ടിക്കോ. ഒരു അത്യാവശ്യം ഒരു 40 വയസ്സുള്ള ആൾക്കാർ ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് പാന്റ് എടുക്കണല്ലേ അങ്ങനെ കാണിക്കും നമ്മള്. ഇപ്പോഴും പാന്റ് ഇടാൻ ആണുള്ള ആൾക്കാരുണ്ട്. കാരണം എന്താണെന്നറിയോ? അത് അവരുടെ ഡ്രസ്സല്ല. അവര് പരിചയിച്ച അവരുടെ ഡ്രസ്സ് ഏതാണ്? മുണ്ടാണ്. മനസ്സിലാണ്ടോ? ഈവൻ കേരളക്കരയിൽ കേരളീയുടെ വസ്ത്രമായിട്ട് അറിയപ്പെട്ടത് ഏതാണ്? മുണ്ടു ഷർട്ടും. അവരുടെ വസ്ത്രം പോലും അല്ല പാന്റ്. കേരളീയരുടെ വസ്ത്രം പോലും അല്ല പാന്റ്. ഞാൻ പറഞ്ഞത് കേരളീയയുടെ വസ്ത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കണം എന്നല്ല. ഞാൻ പറയുന്നത് അവരുടെ പോലും വസ്ത്രമല്ല അത്. മറിച്ചത് ആരുടെ വസ്ത്രമാണ്? യൂറോപ്യൻസിന്റെ വസ്ത്രമാണ്. അതിലാർക്കാണ് സംശയമുള്ളതെന്ന് പറഞ്ഞാൽ ഓനെക്കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? യൂറോപ്യൻസിന്റെ വസ്ത്രം അല്ല പാന്റ് എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അവനോട് പിന്നെ നമുക്ക് ഈ ചർച്ചയെ നടത്താനില്ല. അവനോട് നമുക്ക് ഈ ചർച്ച
പറയാനില്ല. ഇന്ത്യക്കാരന്റെ വേഷമല്ല പാന്റ്, പാകിസ്ഥാനിയുടെ വസ്ത്രമല്ല പാന്റ്, അറബിയുടെ വേഷമല്ല പാന്റ്, മുസ്ലിമിന്റെ വേഷമായിട്ട് അറിയപ്പെട്ട സാധനമല്ല പാന്റ്. മറിച്ച് പാന്റ് അറിയപ്പെട്ടത് ഒരു കൗമിന്റെ വസ്ത്രമായിട്ടാണ് ഇന്ന് വരെ. ഏതാണ്? യൂറോപ്യൻസിന്റെ വസ്ത്രമായിട്ട്. അതായത് അമേരിക്കയിലുള്ള യൂറോപ്യൻസ്, എല്ലാം യൂറോപ്യൻസ് തന്നെ. അവരൊക്കെ കൊന്നടുക്കി എല്ലായിടത്തും കീഴടക്കി അവിടെ പോയി താമസിക്കുന്ന യൂറോപ്യൻസിന്റെ വസ്ത്രമാണ്. അതിന് ചില ഉലമാക്കൾ അവരുടെ ചരിത്രങ്ങൾ, അവരുടെ മൃഗീയമായ ചരിത്രം, യൂറോപ്യൻസിന്റെ വൃത്തികെട്ട നശിച്ച ചരിത്രം അത് എഴുതിയിട്ട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കണ്ട, അമേരിക്കയിലും വസ്ത്രം അത് തന്നെ, യൂറോപ്പിലും വസ്ത്രം തന്നെ, ഓസ്ട്രേലിയയിലും വസ്ത്രം തന്നെ, ഗ്രീൻലൻഡിലും വസ്ത്രം തന്നെ, അവിടെയും വസ്ത്രം അത് തന്നെ, അവരുടെ ആദത്തുകളൊന്നു തന്നെ, അവരുടെ രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ എന്ന് കണ്ട് നിങ്ങൾ വഞ്ചിതരാകണ്ട. മറിച്ച് അമേരിക്കയിലുള്ള യൂറോപ്യൻസ് ആണ്, ഓസ്ട്രേലിയയിലുള്ള യൂറോപ്യൻസ് ആണ്, ഗ്രീൻലാൻഡിലുള്ള യൂറോപ്യൻസ് ആണ്, അവിടെയുള്ള യൂറോപ്യൻസ് ആണ്, ഇവിടെയുള്ള യൂറോപ്യൻസ് ആണ്, റഷ്യയിലുള്ള യൂറോപ്യൻസ് ആണ്. മനസ്സിലാവുണ്ടോ? ഉക്രൈനിലുള്ളതും യൂറോപ്യൻസ് ആണ്. എന്താ സംഭവം? അവിടെ നേറ്റീവ്സ് ആയിട്ടുണ്ടായിരുന്ന ആളുകളെ കൊന്ന് 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 കോടിക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടാണ് എന്ത് ചെയ്തത്? അവിടെ എല്ലാരും കുടിയേറി, ഈ യൂറോപ്യൻസ് കുടിയേറി പാർത്ത യൂറോപ്യൻസ് അച്ഛനും, അതായത് തന്തയും തള്ളയും, അവരുടെ വസ്ത്രം തന്നെ മക്കളും ഇട്ടു, അത്ര തന്നെ. അതല്ലാതെ അമേരിക്കക്കാരന്റെ വസ്ത്രം അതായിരുന്നില്ല. ഞാൻ പറയുന്നത് അമേരിക്കക്കാരന്റെ വസ്ത്രം ധരിക്കാനോ, ഇന്ത്യക്കാരന്റെ വസ്ത്രം ധരിക്കാനോ, പാകിസ്ഥാന്റെ വസ്ത്രം ധരിക്കാനല്ല, മറിച്ച് ഇസ്ലാം അനുവദിക്കുന്ന വസ്ത്രം. ഇതുകൊണ്ടാണ് പറഞ്ഞത് തശബ്ബുഹാണിത്. ഇതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ എന്താ പറയാ? ഇത് തശബ്ബു അല്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാരണം ഇതാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി. ഞാൻ പറഞ്ഞല്ല, അദ്ദേഹത്തിന്റെ പോലത്തെ വലിയ ആലുമൊന്നും ഞമ്മക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താ അറിയോ? അത് നമ്മളൊക്കെ അനുഭവിക്കുന്ന കാരണം. ഈ വിസ്ലത്തിന്റെ പള്ളിയിലാണ് നിസ്കരിക്കാൻ പോകുന്നത്. അപ്പോ പള്ളിയിൽ കയറി അറിയാം എന്ത് വൃത്തികെട്ട കോലത്തില് സുജൂദിൽ എടുക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. ഇതാണ് രണ്ടാമത്തെ കാര്യം ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഔറത്തിനെ തഹജ്ജും ചെയ്യുന്നു, ഔറത്തിനെ അതിന്റെ കോലത്തിൽ തന്നെ കൊണ്ടുനടക്കുന്നു. അവനായിട്ട് നിസ്കാരം ശരിയാവില്ല. ആരാ പറഞ്ഞത്? ഷെയ്ഖ് അൽബാനിനെ കോലം വലിയ ആലിമിനൊന്നും നമുക്കറിയില്ല. അതെടുക്കാൻ പറ്റൂല. അതെടുത്താല് നമുക്ക് പ്രോഫ്കോണിന് അരമ്മലും അല്ല, അരന്റെ താഴത്ത് ഈ ഭാഗത്ത് ഏത് ലോ വേസ്റ്റ് സാധനം ഉണ്ടല്ലോ, അതായത് പൃഷ്ഠത്തിന്റെ ഭാഗം വരെ താഴ്ത്തി അതിന്റെ പൃഷ്ഠഭാഗം വരെ പുറത്ത് കാണുന്ന കോലത്തിൽ ലോ വേസ്റ്റ് പാന്റ് ഇട്ട്, എന്നിട്ട് അതിന്റെ ഉള്ളിൽ അതിന്റെ പുറത്തേക്കെങ്ങാനും ഷർട്ട് കടന്നാല് അത് കാണിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള നിലക്ക് എൻജ് ചെയ്ത് അങ്ങനെ മൈക്കും പിടിച്ചിട്ട് കറങ്ങണമെങ്കിൽ ഷെയ്ഖ് അൽബാനി പറഞ്ഞത് സെറ്റാവൂല. മനസ്സിലാവണം? ആ കോലത്തിന്റെ അവസ്ഥ നാലിച്ച് മുകളിൽ താടി, താഴത്ത് പാന്റ്. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ശരി, അപ്പൊ ഇതാണ് മുതാബഅത്ത്. ഇതാണ് മുതാബഅത്ത്. ശരി, അപ്പൊ അതിനൊന്നും ഷെയ്ഖ് അൽബാനി വലിയ പണ്ഡിതനൊന്നുമല്ല. മറിച്ച് ഷെയ്ഖ് അൽബാനി വലിയ പണ്ഡിതൻ എപ്പോഴാ ആവുക? വിസ്ഡത്തിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും തുർപ്പിച്ചിട്ട് കിട്ടിയാൽ ഷെയ്ഖ് അൽബാനി ഷെയ്ഖ് അൽബാനി. മനസ്സിലാവണ്ട? അപ്പൊ ഷെയ്ഖിനോട് ചോദിച്ചു, എന്ത് ഞങ്ങളെ നാട്ടിലുള്ള സലഫി സംഘവുമായി ചേർന്ന് പ്രവർത്തിക്കണോ, അതല്ല ഒറ്റക്ക് തന്നെ ദഅവത്ത് നടത്തണം? ഈ സംഭവം ഞാനിങ്ങനെ മലയാളം പറയാൻ കാരണം എനിക്കിത് കിട്ടിയില്ല. ഇതിന്റെ അസ്ല് ഇത് എവിടെ നിന്നാണ്? ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കി, ഷെയ്ഖിന്റെ ഫത്വ കിട്ടാൻ വേണ്ടി സെർച്ച് ചെയ്ത് നോക്കി, കിട്ടിയില്ല. എന്ത് ചെയ്യാനാണ്? അപ്പോ ഷെയ്ഖ് പറയാണെന്ത്, നമ്മൾ ഓതിയ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക, വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരുടെ കൂടെ ആയിത്തീരുകയും ചെയ്യുക. അതുകൊണ്ട് അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, യദുല്ലാഹി മഅൽ ജമാഅ, അല്ലാഹുവിന്റെ കൈ സംഘത്തിന്റെ കൂടെയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ വഇന്നമാ യഅകുലു الذئب الغنم القاسية, നിങ്ങൾക്ക് കൂട്ടമായി നിൽക്കണം. തീർച്ചയായും ആടിനെ, അതായത് കുറുക്കൻ അല്ലെങ്കിൽ ചെന്നായ തിന്നുന്നത് ഒറ്റപ്പെട്ട ആടിനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ്.
അതുകൊണ്ടാണ് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂടെ നിൽക്കണം. അപ്പൊ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അങ്ങനെ ഒരു സംഘത്തിന്റെ കൂടെ നിൽക്കൽ വാജിബാണ്, നിർബന്ധമാണ്. അതെ, റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അങ്ങനെയാണ് നിൽക്കേണ്ടത്. ഇപ്പൊ ഒരു ദിവസം മൂസിന്റെ ഒരു പ്രസംഗം ഒരുത്തൻ എനിക്ക് അയച്ചത്, എന്താ പറയണെന്ന് വെച്ചു. അപ്പൊ മൂപ്പര് പറയാണ്, നീ ഒരു കക്ഷിയാവാൻ പാടില്ല, നീ ഒരു കക്ഷിയാവാൻ പാടില്ല മൂസിനെ. ഇതൊക്കെ കേട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് മറുപടി പറഞ്ഞു. പിന്നെ മറുപടി പറയാണ്ടിരിക്കും. ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ സലഫിയത്താന്ന് പറഞ്ഞിട്ട് വിസ്ഡത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു കൂട്ടം ഇങ്ങനെ പറയുമ്പോൾ അതിന് പിന്നെ പൊട്ടത്തരം എന്നല്ലാന്നാണ് പറയാ. നിങ്ങളൊരു കക്ഷിയാവാൻ പാടില്ല. നിങ്ങൾ ഒരാൾ കൂടി രണ്ടാൾ കൂടി അങ്ങനെ എങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് കക്ഷിയായി, പിന്നെ നീ ഒരു കക്ഷിയാവാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങളൊരു കാർ ഉണ്ടാക്കാൻ പാടില്ല. ടയർ വെക്കണം, എഞ്ചിൻ വെക്കണം, ബോഡി വെക്കണം, ഓടണം. പക്ഷെ അത് കാറായാൽ പാടില്ല, അത് കാറാവാൻ പാടില്ല. മനസ്സിലാണ്ടോ? ഏകദേശം സംഭവം മനസ്സിലായോ? കാറായല്ലോ ഇപ്പൊ, ഇല്ല കാറാവാൻ പാടില്ല. മനസ്സിലായോ? ഈ ഇത്തരത്തിലുള്ള വർത്താനാണ് മുസ്ലിം എഴുതിയത് ഇരുന്നിട്ട് യൂട്യൂബിൽ ഇത് പിന്നെ ഷെയർ ചെയ്ത് എത്രയോ ആൾക്കാർ കാണണം. അപ്പൊ അത് ഇവര് കാണുമ്പോൾ ഇതെന്തറപ്പ് മനസ്സിലാണ്ട, അങ്ങനെ ഇപ്പൊ കക്ഷിയില്ലേ. അപ്പൊ അവര് പറയും, ഇവര് പൊട്ടന്മാര് തന്നെ. അതിലിപ്പോ ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ എന്താ ചെയ്യാ? അല്ലാഹുൽ മുസ്തആൻ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാവണം പാവം എന്തേ നമ്മൾ സംഘമേ പാടില്ല എന്ന് പറയുന്നൊരു കൂട്ടരാണ് എന്നൊക്കെ നമ്മളെ കുറിച്ചും തെറ്റിദ്ധരിച്ചത്. മൂസിന്റെ ഏകദേശം ഒരേപോലെ. ഞാൻ പറയുന്നു, മൂസിൻ ഐദീദ് നിയാഫ് ടീമും നമ്മളും അവരും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാവും, നിങ്ങൾ പഠിക്കാൻ തയ്യാറാവും. മൂസിനെയും നിയാഫിനെയും കണ്ടിട്ട് നമ്മളെ വിലയിരുത്തരുത്. കാരണം നമ്മൾ വേറെ, അവര് വേറെ. അത് അഹ്ലുസുന്ന, അത് അഹ്ലുൽ ബിദ്അ. അവര് ബിദ്അത്തിന്റെ ആൾക്കാരാണ്, നിങ്ങൾ ബിദ്അത്തിന്റെ ആൾക്കാരാണ്. അതുപോലെ മൂസിൻ ടീമും ബിദ്അത്തിന്റെ ആൾക്കാരാണ്. ഞങ്ങളത് ഉറക്കെ പറയുന്നു, വ്യക്തമായി പറയുന്നു. പിന്നെ ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ മിക്സ് ചെയ്തോ മിക്സ് ചെയ്തില്ല എനിക്ക് അറിയില്ല, പക്ഷെ എന്താണ് അങ്ങനെ വിചാരിച്ചു പോകരുത് നട്ടോ ഒന്നുകൂടെ ഉറപ്പിക്കാം. അപ്പൊ ഷെയ്ഖിന്റെ ഫത്വ എന്താണ്? സംഘവുമായി നിൽക്കണം. നമ്മൾ പറഞ്ഞെന്താണ്? സംഘവുമായി നിൽക്കണം. ഇപ്പൊ കുറെ ആൾക്കാര് എന്താണ്, നമുക്ക് അങ്ങനെ സംഘമൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എനിക്കറിയാം. മനസ്സിലാവുണ്ടോ? അവരോട് നമ്മൾ പറയൂ, എന്ത് സാദിഖീങ്ങളുടെ കൂടെ യദുല്ലാഹി മഅൽ ജമാഅ, ജമാഅത്തിന്റെ കൂടെയാണ് അള്ളാഹുവിന്റെ കൈയുള്ളത്. പിന്നെന്താണ്? അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തായിട്ട് നിൽക്കണം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ കൂനു മഅസ് സാദിഖീൻ. ശരി, ഇതാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹിന്റെ ഫത്വ. അപ്പൊ ഇതിന്റെ മലയാളം എന്താണ്? മലയാളത്തിലേക്ക് വരുമ്പോ ഇത് സംഘം എന്നുള്ളത് സംഘടനയാവും. എന്താണ് സംഘം എന്നുള്ളത്? എന്താവും? സംഘടനയാവും. അപ്പൊ സംഘം വാജിബാണെന്ന് പറഞ്ഞാൽ എന്താവും? സംഘടന വാജിബാവുന്ന. നമ്മളിപ്പോ തെറ്റ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്, നമ്മൾ സംഘടന ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പൊ നമ്മളാരാണ്? നമ്മൾ തെറ്റുകാരാണ്. മനസ്സിലാണ്ടോ? ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി സംഘടന ഉണ്ടാക്കിയോ? ഇല്ല. അപ്പൊ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി തെറ്റുകാരനാണ്. പറഞ്ഞത് വേറെ, വാക്കൊന്ന്, പ്രവൃത്തി വേറെ. മനസ്സിലാണ്ടോ? അതുപോലെ വേറെ ആരൊക്കെയാണ് സംഘടന ഉണ്ടാക്കാത്തത്? അവരൊക്കെ തെറ്റുകാരാണ്. ആരാ തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഒന്നാമതായി രക്ഷപ്പെട്ടത് ആദ്യമായി സംഘടന ഉണ്ടാക്കിയ ജൂതന്മാരൊക്കെ പോലുള്ള സയനിസ്റ്റുകളും കാര്യങ്ങളും. അവരാണ് ആദ്യമായി സംഘടന എന്നുള്ള സെറ്റപ്പ് നമുക്ക് കൊണ്ടുതന്നത്. അവരത് കൊണ്ടുവന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വാജിബ് ചെയ്യാനായി. മനസ്സിലാവുണ്ടോ? അവരങ്ങനെ ഒരു മാതൃക കാണിച്ചു തന്നോണ്ട് എന്തായി? നമുക്ക് ഇങ്ങനെ ഇത്രയും വാജിബായ ഒരു കാര്യം അവരിത് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ അറിയുമായിരുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് നന്ദി അറിയിക്കേണ്ട അവർക്കാണ്. പിന്നെ ആരാണ്? സംഘടനകൾ, പല സംഘടന. എന്തായാലും അതൊക്കൊന്നും പോണം. ഇനിയിപ്പോ ജൂതന്മാരുടെ സംഘടന നമുക്ക് ഒഴിവാക്കാം. ഇനിയിപ്പോ പറയും ജൂതന്മാരുടെ സംഘടനയായിട്ട് താരതമ്യം ചെയ്ത് ഇല്ല. എന്തായാലും സംഘടന ആദ്യം ഉണ്ടാക്കിയത് അവരൊക്കെ തന്നെ. മനസ്സിലാവുണ്ടോ? സംഘടനയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ കാണാം. മറ്റതും മറിച്ചതും ഫോർഡും അതും ഇതൊക്കെ പറഞ്ഞു. അലാകുൽ അവരാണ് സംഘടന ഉണ്ടാക്കിയത്. അപ്പൊ അവരുണ്ടാക്കിയ സംഘടനയാണ് ഇസ്ലാമിൽ എന്തായത്? വാജിബായത്.
പക്ഷെ നമ്മളുടെ സലഫുകൾ അവർക്ക് ഈ ഒരു വാജിബ് ചെയ്യാൻ തൗഫീഖ് കിട്ടിയില്ല. ഇതൊക്കെ നമ്മൾ എങ്ങനെ പറയണ്ടേ? എന്തിന്റെ അവസ്ഥ ആലാക്കുൽ. അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം ആലോചിച്ച്, പറയുന്ന ആൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ളത് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, അത് ഒരാളാണ്. അപ്പൊ കേൾക്കണോരോ, കേൾക്കുന്ന ആൾക്കാരില്ല, അവരെന്താ ചിന്തിക്കാത്തത്? അവർക്ക് ചിന്തിച്ചൂടെ? പോട്ടെ. അപ്പോ പിന്നെ ആരാണ് സംഘടന എന്ന വാജിബ് ചെയ്യാൻ തൗഫീഖ് കിട്ടിയവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരും KNMകാരും അതുപോലെയുള്ള ആളുകളൊക്കെ എന്താണ് സംഘടന എന്ന ഒരു നന്മ വാജിബ് അത് ചെയ്യാൻ തൗഫീഖ് കിട്ടിയവരാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാജിബ് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്താൽ കൂലിയുള്ളത്, ചെയ്തില്ലെങ്കിൽ തെറ്റുള്ളത്. അതെ, സംഘത്തോടൊപ്പം നിൽക്കൽ വാജിബാണ്, ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും? തെറ്റുണ്ടാവും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൂനു മഅ സ്വാദിഖീൻ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശാ. മനസ്സിലാണ്ടോ? നീ അവരെ കൂടെ കൂടി നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് നമ്മളെ പ്രേരിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, ഒരുമിച്ച് പിടിക്കണം. അങ്ങനെ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. വാജിബാണ്, ഒരുമിച്ച് നിൽക്കൽ വാജിബാണ്. സംഘടനയോ അത് ഒരു 200 വർഷത്തിന് മുമ്പ് മുതൽ വാജിബാണ്. ഇതല്ലേ ഇപ്പൊ ഇതിന്റെ അർത്ഥം? അല്ലെങ്കിൽ KNM ഉണ്ടായത് മുതലാണോ വാജിബായിട്ടുള്ളത്? അതല്ല വിസ്ഡം ഉണ്ടായതിന് മുതലാണോ വാജിബായിട്ടുള്ളത്? ഇനി ഞാൻ ചോദിക്കട്ടെ, വിസ്ഡത്തിൽ തന്നെ വിസ്ഡത്തിന്റെ അതേ ആദർശമുള്ള ഒരു ടീം ഏതെങ്കിലും സംഘടനാ പിണക്കത്തിന്റെ പേരിൽ ഓൻ എനിക്കിഷ്ടമല്ല, ഓന് സെക്രട്ടറി ആവാനും പ്രസിഡന്റ് ആവാനും ആഗ്രഹമായിട്ടല്ല, ഓൻ എനിക്കിഷ്ടമല്ല, എന്റെ ആദർശം തന്നെ, അവന്റെ ആദർശം തന്നെ, ഞാൻ എന്ത് ചെയ്യാണ്? ഞാനൊരു സംഘടന ഉണ്ടാക്കാണ്, ഒരു ഉദ്ദേശമില്ല. അപ്പൊ അവനക്ക് തോന്നുകയാണ് ഞാനിപ്പോ ഇങ്ങനെ കുറച്ചുകൂടെ എന്താക്കണം, നമ്മൾക്ക് ഒരു സംഘടന മാത്രമായിട്ടും പോരാ, ഒരു സംഘടനയും കൂടെ വേണം. വിസ്ഡം എന്ന് പറഞ്ഞു, വേറെന്താണ് വിസ്ഡം എന്ന് പറഞ്ഞാൽ സംഡു എന്തെങ്കിലും വേറെ എന്തെങ്കിലും SMS ഒരു സംഘടന ഉണ്ടാക്കി. ഇതിലേതിൽ നിൽക്കലാണ് വാജിബ്? ഒരേ ആദർശം. ഇതിലേതിൽ നിൽക്കലാണ് വാജിബ്? രണ്ടിൽ നിൽക്കൽ വാജിബാകോ? അതല്ല ടോസ് ഇട്ടിട്ടാണോ തീരുമാനിക്കേണ്ടത്? മനസ്സിലാണ്ടോ? എങ്ങനെ തീരുമാനിക്കപ്പത്? മറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശം വ്യക്തമാണ്. ആരാണോ ഹക്കിലുള്ളത് അവരുമായി കൂടി നിൽക്കണം. ഇതാണ് വേണ്ടത്. എന്തായാലും അടുത്ത വിഷയത്തിലേക്ക് പോകുമ്പോ അപ്പൊ സംഘടന എന്നുള്ളത് നേരെ പിടിച്ചിട്ട് എന്താക്കിയതിനെ, അല്ല സംഘം എന്നുള്ളത് എന്താക്കിയതിനെ പിടിച്ചിട്ട് സംഘടന എന്നാക്കി. പിന്നെ സംഘത്തിന് പറയുന്ന എല്ലാ പദവും സംഘത്തിന് പറയുന്ന എല്ലാ പദവും എന്തായി? സംഘടനക്കായി. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധത്തിലെ മെമ്പർഷിപ്പ് ഒരിക്കലും കളയാൻ പാടില്ല. വലാ തഫറഖു, പുതിയൊരു സംഘടന ഉണ്ടാക്കാൻ പാടില്ല. അതിനും തെളിവായി. മനസ്സിലായോ? അതുപോലെ തന്നെ KNMിലത്തെ ഒരാൾ പറയുണ്ടായിരുന്നു എന്ത്? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ KNMനെ നാമാണ് ഇറക്കിയത്, അവൻ സംരക്ഷിക്കും. അതിനും പ്രശ്നമില്ല. കാരണം എന്താണ്? ഇത് ഹക്കിന്റെ നമ്മള് സംഘടന എന്ന് ട്രാൻസ്ലേഷൻ കൊടുത്താല് ജമാഅ. പിന്നെന്താണ്? പിന്നെ വേറെന്തൊക്കെ തെളിവുണ്ട്? വേറെന്തിനൊക്കെ തെളിവുണ്ട്. ഖുർആനിൽ ഒരുപാട് തെളിവുകളുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ഫാറഖൽ ജമാഅ, ജമാഅത്തിനെ വിട്ടുപിരിഞ്ഞാൽ മാത മൈതത്തുൽ ജാഹിലിയ്യ, ജാഹിലിയത്തിന്റെ മരണമാണോ മരിച്ചത്. അപ്പൊ വിശുദ്ധത്തിൽ നിന്ന് വിട്ടവന്റെ മരണം ജാഹിലിയത്തിന്റെ മരണം. മനസ്സിലാവണ്ട? അപകടം മനസ്സിലായോ? വിശുദ്ധത്തിൽ നിന്ന് വിടണ്ട. പിന്നെയോ ഷെയ്ഖ് അൽബാനി പറയുന്നു, ഇങ്ങനെ പറഞ്ഞ ആളുകൾ പിന്നീട് ഒരു ദഅവത്തുമില്ലാണ്ടായി പോകലാണ് പതിവ്. അപ്പൊ വിശുദ്ധത്തിൽ നിന്ന് വിട്ടാൽ ദഅവത്ത് ഉണ്ടാവില്ല. വേറൊരാള് ഹുസൈൻ, അയാള് പറഞ്ഞത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. അതിന്റെ ട്രാൻസ്ലേഷൻ എന്താ? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിസ്ഡത്തോടെ വിളിക്കുക. അപ്പൊ ഖുർആനില് അതിനും തെളിവായി. അങ്ങനെ തന്നെ പറഞ്ഞു. അതിനും തെളിവായി എന്ന് പറഞ്ഞില്ല, മറിച്ച് വിസ്ഡമോടെ നിങ്ങൾ എന്ത് ചെയ്യാ? അള്ളാഹുവിലേക്ക് വിളിക്കുക. അപ്പോ വിസ്ഡം ഖുർആനില്ല എന്നാരാണ് പറഞ്ഞത്?
ഈ കുറച്ച് ചെറുപ്പക്കാര്. അപ്പോ സംഘം ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി സംഘം പറഞ്ഞ കൂടെ എന്താക്കി അതിനെ സംഘടനയാക്കി. സംഘം എന്നുള്ളത് വേറെ, സംഘടന എന്നുള്ളത് വേറെ. ഇതിപ്പോഴും തിരിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ. ഒരു ഉദാഹരണത്തിന് എന്താണ്, റോട്ടിൽ കൂടെ ഒരു സംഘം റൗഡികൾ പോകുന്നു. റോട്ടിലൂടെ ഒരു സംഘം റൗഡികൾ, നമ്മൾ ആരെങ്കിലും പറയോ ഒരു സംഘടന പോണെന്ന് പറയോ? ഇല്ല. അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് എന്താ അറിയപ്പെടാ, അവിടെ ഒരു സംഘമുണ്ട്. കാസർഗോഡ് ഒരു സംഘമുണ്ട്. ഭയങ്കര ഒരു കോല, അവരുടെ ഡ്രസ്സ് തന്നെ ഒരു കോലാണ്, തലയെക്കെട്ടും അതും ഇതും. നമ്മളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? സംഘം. നമ്മളെ കുറിച്ച് ആരെങ്കിലും പറയാം അവിടെ ഒരു സംഘടന ഉണ്ട് പറയലുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അവരെ കുറിച്ച് നമ്മൾ എന്താ പറയാ? റസൂലുള്ളാഹിയുടെ സംഘടന എന്ന് പറയലുണ്ടോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംഘടന എന്ന് പറയലുണ്ടോ? എന്നാലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറയല്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംഘം, സ്വഹാബത്തിന്റെ സംഘം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സംഘടന എന്ന് പറഞ്ഞത്? ഇനി ഇന്നേക്ക് വരാം. എവിടേക്ക്? 2022 അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘം. മഞ്ചേരിയിലുണ്ട് കുറച്ച് ആൾക്കാർ, കാസർഗോഡുണ്ട് കുറച്ച് ആൾക്കാർ, കണ്ണൂരുണ്ട് കുറച്ച് ആൾക്കാർ, അതുപോലെ കേരളത്തിന്റെ പലയിടത്തുണ്ട് കുറച്ച് ആൾക്കാർ, യമനിലുണ്ട് കുറച്ച് ആൾക്കാർ, സൗദിയിലുണ്ട് കുറച്ച് ആൾക്കാർ, അവിടെ ഉണ്ട് കുറച്ച് ആൾക്കാർ, അമേരിക്കയിലുണ്ട് കുറച്ച് ആൾക്കാർ, യൂറോപ്പിലുണ്ട് കുറച്ച് ആൾക്കാർ, അതുപോലെ പിന്നെ കാനഡയിലുണ്ട് കുറച്ച് ആൾക്കാർ, അതുപോലെ പിന്നെ UK യൂറോപ്പ് അതൊക്കെ എന്നല്ല, പിന്നെന്താണ് ആഫ്രിക്കയിലുണ്ട് കുറച്ച് ആൾക്കാർ, ചൈനയിലുണ്ട് കുറച്ച് ആൾക്കാർ, ഇന്തോനേഷ്യയിലുണ്ട് കുറച്ച് ആൾക്കാർ. അതൊക്കെ സംഘടന അല്ല, അതൊക്കെ സംഘം. അതൊക്കെ സംഘം. നമ്മളുടെ UK ഇഖ്വകളുമായി നമുക്കുള്ള ഇഷ്ടം എത്രയാണ്? അൽഹംദുലില്ലാഹ് ഉഹിബ്ബുഹും ഫില്ലാഹ് നുഹിബ്ബുഹും ഫില്ലാഹ്. അവരെ നമ്മൾ അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കുന്നു. ഇന്തോനേഷ്യയിലുള്ള നമ്മളുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു അള്ളാഹുവിന്റെ പേരിൽ. ആഫ്രിക്കയിലുള്ള നമ്മളുടെ സഹോദരങ്ങളെ, തൻസാനിയയിലുള്ള നമ്മളുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു. ആരുടെ പേരിൽ? അള്ളാഹുവിന്റെ പേരിൽ. യമനിലുള്ള നമ്മളുടെ സഹോദരങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നു അള്ളാഹുവിന്റെ പേരിൽ. അമേരിക്കയിലും കാനഡയിലും ഉള്ള സഹോദരങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നു ആരുടെ പേരിൽ? അള്ളാഹുവിന്റെ പേരിൽ. സൗദിയിലുള്ള നമ്മളുടെ സഹോദരങ്ങളെ, കുവൈത്തിലുള്ള നമ്മളുടെ സഹോദരങ്ങളെ, അതുപോലെ ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള സഹോദരങ്ങളെ, അവരുമായി നമ്മളെ കണക്ട് ചെയ്യാൻ ഇന്നേ വരെ ഒരു സംഘടനയുടെ ആവശ്യം നമുക്കില്ല. സംഘടന ഉള്ള ആൾക്കാരോ ഓർക്ക് ആകെ കണക്ഷൻ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് പോയാൽ മൊറയൂര്, അവിടെ നിന്ന് പോയാൽ പട്ടാമ്പി, അവിടെ നിന്ന് പോയാല് ജബ്ബാറ്, അവിടെ നിന്ന് പോയാൽ അത്, അവിടെ നിന്ന് ഇത് തന്നെ. ബാലുശ്ശേരിക്ക് പോണം, അവിടേക്ക് പോണം. ഇത് തന്നെ അവരെ കോണ്ടാക്റ്റും ചർച്ചയും പറച്ചിലും. ഇത് തന്നെയാണ് പ്രശ്നം. ഹക്കിന് എന്തുണ്ടാവും? അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, പലയിടത്തുണ്ടാവും. അത് ഗ്ലോബലാണ്, ശരിക്കും ഗ്ലോബലാണ്. ഇവരെ പേര് ഗ്ലോബലാണ്, പക്ഷെ എന്താണ്? സാധനം ലോക്കലാണ്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് നമുക്ക് കാണുന്നത് ആരാ ഇവരുടെ സംഘടനയിലോ അല്ലെങ്കിൽ ഇവരുടെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സംഘടന വാജിബാണ്. ഇവരുടെ സംഘടനയിൽ UK ആരാണ്? ഇവിടെ സംഘടനയിൽ നിന്ന് പണി കിട്ടിയിട്ട് UK പോയാൽ അവൻ അവിടെ UK ഉണ്ടാവും. അല്ലെങ്കിൽ അമേരിക്ക പോകണം, അമേരിക്കയിലുള്ള ആര് ബിസ്നത്തിന്റെ ഇവിടുത്തെ സംഘടനയിലുള്ളവൻ അവിടെ പോയിട്ട് അവിടെ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അവിടുത്തെ മലയാളിയെ കൂട്ടിയിട്ടുണ്ടാവും. സൗദിയിലുണ്ടെങ്കിൽ അതും തന്നെ. മനസ്സിലാവുണ്ടോ? അതല്ലാതെ ഇവരെ സംഘടനയിലുള്ള ആരാളുള്ളത്? മറിച്ച് അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ ഇഖ്വകൾ അവരെവിടെ ഇല്ലാത്തത്? ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. ഇല്ലാന്നല്ല പറയണത്, ലോകത്ത് മുക്കിലും മൂലയിലൊക്കെ ഉണ്ടെന്നല്ലേ നമ്മ പറയണത്. അതെന്താണ്? എല്ലായിടത്തും ഒരേപോലെ. ഇപ്പൊ നോക്കി നിങ്ങള് ഖുറാഫികൾ എടുക്കുക. കാസർഗോഡുള്ള ആചാരങ്ങളായിരിക്കില്ല അവർക്ക് കോഴിക്കോടുള്ള ആചാരങ്ങളായിരിക്കില്ല അവർക്ക് മലപ്പുറത്തുള്ള ആചാരങ്ങളായിരിക്കില്ല അവർക്ക് കൊല്ലത്ത്. മനസ്സിലാണ്ടോ? കാരണം എന്താണ്? കൊല്ലത്തുള്ളവൻ ഉണ്ടാക്കിയതാണ്. അത് അവിടുത്തെ ലോക്കലാണ്. ഞങ്ങളവിടെ ഒരു സലാത്തുൽ കമാലിയ കൂരിക്കുഴി, അത് അവിടെയുള്ളൂ. ഇവിടെ ഉണ്ട് തൊട്ടിയാട്ടില്, ഞങ്ങളവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ചിലപ്പോ ഉണ്ടാവും, അല്ലാഹു നമ്മളവിടെ ഫേമസ് അല്ല. ഇവിടെ വേറെന്തൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളവിടെ പലതും പൊതു ഓതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിയാൻ നോക്കിയിട്ടില്ല. അതൊന്നും ഞങ്ങളവിടെ കാണാറില്ല. അവിടെ വേറെ തരം ഖുറാഫികളാണ്. അവിടെ ഖബറിൽ ഇറക്കുമ്പോ ചിലപ്പോൾ ഖദറായിരിക്കും. അത് ഇവിടെ ഒതുമ്പോൾ ചിലപ്പോ ഏതായിരിക്കും? വൽ ഫജർ ആയിരിക്കും. അല്ലെങ്കിൽ ചില സ്ഥലത്ത് എന്തായിരിക്കും? സൂറത്തുൽ മുൽക്കായിരിക്കും ഖബറിൽ വെക്കുമ്പോൾ.
കാരണം എന്താണ്? ബിദ്അത്ത് അങ്ങനെയാണ്. അതിനെന്തുണ്ടാവില്ല, അവിടെ പിടിച്ച ഒരു ബിദ്അത്തായിരിക്കും, ഇവിടെ പിടിച്ച വേറെ ബിദ്അത്തായിരിക്കും. പക്ഷെ സുന്നത്ത് എന്താണ്? സുന്നത്ത് ഒന്നേ ഉണ്ടാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അവരുടെ മത്ബൂ'. അതുകൊണ്ട് തന്നെ അത് ഒന്നേ ഉണ്ടാവും. ഇവിടെ നോക്കിയാലും ഈ ദമ്മാജികൾ തന്നെ, UK നോക്കിയാലും ദമ്മാജി സെയിം തന്നെ, ഒരു മാറ്റമില്ല. അവിടെ നോക്കിയാലും ഒരു മാറ്റമില്ല. യമനിൽ നോക്കിയാലും ഒരു മാറ്റമില്ല. സൗദിയിൽ നോക്കിയാലും ഒരു മാറ്റമില്ല. എല്ലാം ഒരേപോലെ. അൽഹംദുലില്ലാഹ്. ഇനി മുൻകാലഘട്ടത്തിലേക്കൊന്ന് പോയി നോക്ക്. ഈ ദമ്മാജികൾ തന്നെ. പേര് അന്ന് വഹാബി എന്ന് വിളിച്ച്, അതുപോലെ തന്നെ ജാമിയാക്കൾ എന്ന് വിളിച്ച്, പിന്നെ എന്തൊക്കെയോ വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെ പിന്നെ മുജസ്സിമാക്കൾ എന്ന് വിളിച്ച്, അതുപോലെ മുശബ്ബിഹാക്കൾ എന്ന് വിളിച്ച്, അങ്ങനെ പലതും വിളിച്ചിട്ടുണ്ട്. മനസ്സിലാണ്ടോ? പക്ഷെ സാധനം നോക്കുമ്പോ ഇതൊക്കെ ഒന്ന് തന്നെ, കാര്യം നോക്കുമ്പോ ഇതൊക്കെ ഒന്ന് തന്നെ. വിസ്ഡത്തിനെ പോലെ വേറെ ഏതെങ്കിലും എവിടെയെങ്കിലും ലോകത്തുള്ളതായിട്ട് എനിക്ക് അറിയാം? എനിക്കറിയില്ല. അവിടെ ഉള്ളത് വേറെ. ഈവൻ ഇപ്പൊ വിസ്ഡം വലിയൊരു അഭിമാനമായിട്ട് പറയുന്നതാണ് എന്ത്, മറ്റേ സാധനം അഹ്ലെ ഹദീസ്. അഹ്ലെ ഹദീസും വിസ്ഡം എടുത്തൊക്കെ എത്ര വ്യത്യാസം കാണും. അതുകൊണ്ടാണ് അഹ്ലെ ഹദീസിന്റെ യൂണിറ്റ് അല്ല കർണാടകയില് SKSMO SKA KSA അത് വേറെയാണ്. അഹ്ലെ ഹദീസിന്റെ യൂണിറ്റ് വേറെ. എന്തേ രണ്ടായത്? രണ്ടാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, ഞങ്ങൾ അഹ്ലെ ഹദീസിന്റെ പിന്നെ സംഘടന ഇറങ്ങിയിട്ട് എത്രയോ കാലായി. എന്താ നിങ്ങൾക്ക് അവിടെ അഹ്ലെ ഹദീസ് അല്ലാത്തത്? എന്താ അവിടെ KSA? എന്താ KSA? കാരണം വേറെ തന്നെ. അത് വേറെ, ഇത് വേറെ. അതെന്തുകൊണ്ടാണ്? ബിദ്അത്ത് ആയതുകൊണ്ടാണ്. ഇവിടെ പുതിയതുണ്ടാക്കി, അവിടെ പുതിയതുണ്ടാക്കി. ഇവരെ ബിദ്അത്ത് കൊണ്ടിട്ട് അവിടെ ആദ്യം പറ്റൂല മക്കളെ, അത് വേറെ തന്നെ. ഇവിടെ കൊണ്ടുവന്നാലോ അതും പറ്റൂല മക്കളെ, അത് വേറെ തന്നെ. മനസ്സിലാവുണ്ടോ? ഇപ്പൊ KNM ഉണ്ടായിരുന്നു. ഇപ്പൊ വിസ്ഡാന്ത് പിരിയണതിന് മുമ്പ് KNM ഉണ്ടായിരുന്നു. KNM-ഉം അഹ്ലെ ഹദീസും, അഹ്ലെ ഹദീസിന്റെ ആൾക്കാർ ഇവിടെ നിന്ന് പ്രസംഗിക്കും, ഇവിടുത്തെ ആൾക്കാർ അവിടെ നിന്ന് പ്രസംഗിക്കും, എനിക്കറിയില്ല. എന്തായാലും അവിടുത്തെ ആൾക്കാർ ഇവിടെ നിന്ന് പ്രസംഗിക്കും. അഹ്ലെ ഹദീസ് വേറെ ലെവല്, KNM വേറെ ലെവല്. പറയുമ്പോഴൊക്കെ എല്ലാം സലഫി സംഘടനകൾ തെളിവ് പിടിക്കുമ്പോ അഹ്ലെ ഹദീസിനെ കണ്ടില്ലേ, അവരനുവദിച്ചില്ലേ, ഞങ്ങളെ അനുവദിച്ചൂടെ? രണ്ടും അജഗജാന്തര വ്യത്യാസമുണ്ട്. മനസ്സിലാണ്ടോ? ഇതിങ്ങനെ നമുക്ക് വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊന്നും സംസാരിക്കുന്നു വിചാരിച്ചില്ല. പക്ഷെ അവസ്ഥ ശരി. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും സംഘമായിരുന്നു, നമ്മളും സംഘമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടന അല്ലായിരുന്നു, നമ്മളും സംഘടന അല്ല. അത്രേ ഉള്ളൂ. ഇനി സംഘത്തിന്റെ അവസ്ഥ എന്താ? അഷ്ശൈഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹൽ മൻ ഇൻതമാ ഇലൽ ജമാഅത്തി യുഅ്തബറു മുബ്തദിഅൻ. ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് ചോദിക്കുകയാണ്, ജമാഅത്തുകളിലേക്ക് ചേർത്തി പറഞ്ഞവൻ മുബ്തദി ആവുമോ? അഷ്ശൈഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അസ്ഇലത്തുൽ മനാഹിജുൽ ജദീദയിലെ 6ാമത്തെ ചോദ്യം. എത്രാമത്തെ ചോദ്യം? 6ാമത്തെ. 1 2 3 4 5 6 ഒരു കിതാബിന്റെ 6ാമത്തെ ചോദ്യമാണ്. സംഘങ്ങളിലേക്ക് ചേർത്തി പറയപ്പെട്ടവൻ, കൂട്ടങ്ങളിലേക്ക് ജമാഅത്തുകളിലേക്ക് കൂട്ടിപ്പറയുന്നവൻ അവൻ മുബ്തദി ആവുന്നു. ഷെയ്ഖ് പറയാണ്, ഹാദാ ഹസ്ബൽ ജമാഅത്ത്, ഇത് സംഘങ്ങളുടെ അവസ്ഥ വെച്ചാണ്. ഫൽ ജമാഅത്തുല്ലതി ഇൻദഹാ മുഖാലഫാതുൻ ലിൽ കിതാബി വസ്സുന്നതി യുഅ്തബറുൽ മുൻതമി ഇലൈഹാ മുബ്തദിഅൻ. തിന്മകൾ വെച്ച് പുലർത്തുന്ന തിന്മകളുള്ള സംഘടനയിലേക്ക് ചേർത്തി പറയുന്ന ഒരുത്തനെ മുബ്തദി ആയി പരിഗണിക്കപ്പെടും. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അതാണോ തിന്മകളില്ലാത്ത സംഘം അല്ലെങ്കിൽ സംഘടന? നേരത്തെ ഞാൻ പറഞ്ഞ ഫൈസൽ മുസ്ലിയാരെ ഓർത്താണ്. വലാവറ രോഗികൾ മാത്രം പറയുന്ന സംസാരമാണെന്ന് പറഞ്ഞ ഹുസൈൻ പട്ടാമ്പി. ഹിജ്റ ചെയ്യുന്നവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞ അബൂബക്കർ സെൽഫി. സെൽഫിയാണ് ഇപ്പൊ നല്ലത്. പിന്നെ വേറെന്തൊക്കെയാണ്? സംഘടന ഉണ്ടാക്കൽ നിർബന്ധമാണെന്ന് ഇസ്ലാമിൽ ഇല്ലാത്ത ഹുക്മ് പറഞ്ഞ അബ്ദുൽ മാലിക് മറയൂര്. എന്റെ മതം നിന്റെ മതം, എന്റെ ദൈവം നിന്റെ ദൈവം, എന്റെ വേദഗ്രന്ഥം നിന്റെ വേദഗ്രന്ഥം, അങ്ങനെ ഒരു വേർതിരിവ് ഇസ്ലാമിലില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ.
എന്ന് പറഞ്ഞ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു വേർതിരിവില്ല എന്ന് പറഞ്ഞ സിറാജു അൽ ബിദഅ ബാലുശ്ശേരി. പിന്നെന്തൊക്കെ? പോസ്റ്റർ മതേതരത്വം, നമ്മൾ 100 കോടി മതേതര മനസ്സ്, അവർ 2% വരുന്ന ഫാസിസ്റ്റുകൾ. അതാരാണ്? BJP-ക്കാര്. ബാക്കിയുള്ള നമ്മളൊക്കെ ആരാണ്? ഫാസിസ്റ്റുകൾ ആരാണ്? BJP-ക്കാര്. പിന്നെ ബാക്കി നമ്മളാരാണ്? നമ്മൾ മതേതര മനസ്സ്. വിസ്ഡംകാരെ, അറബി അറിയുന്ന ഒരുത്തൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എഴുത്. യാ ശൈഖന അഹ്സനല്ലാഹു ഇലൈക്കും ഇൻദനാ മൻ യഖൂൽ അന്നനാ ഇൽമാനിയൂൻ ഹൽ ഹൗലാഇ മിൻ അഹ്ലി സുന്ന ഔ അഹ്ലിൽ ബിദ്അ എന്നൊന്ന് ചോദിക്കും. അതായത്, അല്ലയോ ശൈഖേ, നിങ്ങൾക്ക് അല്ലാഹു ഗുണം ചൊരിയട്ടെ, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ മതേതരക്കാരാണ് എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്, അവർ ബിദ്അത്തുകാരാണോ സുന്നത്തിന്റെ ആളുകളാണോ എന്നൊരു ചോദ്യം എഴുതിയിട്ട് ആർക്ക് വിടാം? അഷ്ശൈഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം തിരിച്ചിരിക്കുന്നുണ്ട്. അതുപോലുള്ള ഉലമാക്കൾക്ക് വിടാം. ഞാനൊരുത്തനോട് വിസ്ഡംകാർക്ക് വേണ്ടി വക്കാലത്ത് നിൽക്കുന്ന ഒരുത്തനോട് സംസാരിക്കുന്നുണ്ടായി. അപ്പൊ ഇതേപോലത്തെ വർത്താനങ്ങൾ, ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചാൽ ഷെയ്ഖ് എന്ത് പറയും? നീ ഒരു കാര്യം, ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ ചിരിച്ചിട്ട് പറയാണ്, ഇതിപ്പോ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിപ്പോ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ മതേതരത്വത്തിന് വേണ്ടി, ഇൽമാനിയക്ക് വേണ്ടി നിലകൊള്ളണം, അതിന്റെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളണം എന്ന് പറഞ്ഞ വിസ്ഡം, അതിന്റെ പ്രമേയം, അതിന്റെ പരിപാടികളുടെ പ്രമേയമാണത്. പല പരിപാടികളുടെ പ്രമേയം പേപ്പറിൽ കാണാം. അപ്പൊ അതെന്താണ്? അങ്ങനെ പറയുന്ന ഒരു കൗമ് ഞങ്ങളവിടെ ഉണ്ട്. അവര് അഹ്ലുസുന്നാണ്, അവരെ കൂടെ ഞങ്ങൾ കൂടണമെന്ന് വെച്ച് വിഷയം കഴിഞ്ഞ്. ജാമ്യഹിന്ദിൽ ആർക്കെങ്കിലും അറബി അറിയുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വിദ്യാർത്ഥികൾ എല്ലാരും കൂടെ ഇരുന്ന് എഴുതണമെന്നില്ല. എല്ലാരും കൂടെ ഒരു പേപ്പറിൽ ഇങ്ങനത്തെ 2-3 ചോദ്യം ചെയ്തിട്ട് ഉലമാക്കൾക്കൊന്ന് അയക്ക്. എന്നിട്ട് ഉത്തരം വരി, അതൊന്ന് പബ്ലിഷ് ചെയ്യും. അതായത് അപ്പൊ പറയും ഇന്ത്യൻ മതേതരത്വം വേറെയാണ്. ആയിക്കോട്ടെ, ഇന്ത്യൻ മതേതരത്വം തന്നെ എഴുതിയാൽ മതി. അതായത് മുസ്ലിമിനോ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ എന്തില്ല? പ്രത്യേക ഫضലില്ല, പ്രത്യേക ശ്രേഷ്ഠത ഒന്നുമില്ല. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ സമന്മാരാണ് എന്ന് പറയുന്ന വാദം, അതവരുടെ കിതാബിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നൊരു വാദം, അത് പറയുന്ന ഒരു കൗമിന്റെ കൂടെ എനിക്ക് കൂടാൻ പറ്റുമെന്ന് പറഞ്ഞ വിഷയം കഴിഞ്ഞ്. ഇതെന്ത് ചോദിക്കാത്ത നിങ്ങള്? മനസ്സിലാവുണ്ടോ? അപ്പോ ഈ ടീമാണ് മുഖാലഫാത്ത് ഇല്ലാത്ത ടീം പോലും. മുഖാലഫാത്ത് ഇല്ലാത്ത ടീം ഇവരാണ്. ഞാൻ എത്ര നേരെ, കുറെ നേരെ ഇനില്ലേ. പക്ഷെ പറയാണ്ടിരിക്കാൻ ശരിയല്ല. അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളതോട് പറയണം. ഓരോന്നോരോന്നൊക്കെ പറയാം എന്തായാലും. അപ്പോ അവരാരാണ്? മുബ്തദിഅകളാണ്. ആര് പറയാണ്? ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയാണ് സംഘം. അതിന് സംഘം ഞാൻ പറഞ്ഞില്ലേ, സംഘടന വേണമെന്നില്ല. സംഘം മൂസിന്റെ ടീം, അബ്ദുർ റൌഫിന്റെ ടീം, അവരെ ടീം എടുത്തോ. സംഘാണ്, സംഘടന ഇല്ല. അവരിലുള്ള മുഖാലഫാത്തുകൾ ഓരോന്നെണ്ണം മനസ്സിലാവുണ്ടോ? ഓരോ മുഖാലഫാത്തുകൾ എണ്ണിട്ട് അവരെ കൂട്ടത്തിലുള്ള അവരും ചോദിക്കും, ഉത്തരം കിട്ടും. മനസ്സിലാവുണ്ടോ? ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ എന്നിട്ട് നേരെ അപ്പൊ എന്തായി? ജമാഅത്ത്, അതായത് ജമാഅത്ത് എന്നുള്ള സംഘം, സംഘം എന്നുള്ളത് സംഘടന, സംഘടന ഇപ്പൊ എന്തായി? വാജിബായല്ലോ. ഇനിയിപ്പോ സംഘം എന്നുള്ളത് വാജിബായി, സംഘടന എന്നുള്ളത് വാജിബായിട്ട് ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടാ. ഇനി എന്ത് ചെയ്യാ? ഇനി അവിടത്തെ അൻസാർ സുന്ന ഇന്ന ഷെയ്ഖ് പുകഴ്ത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായി? കറക്റ്റ്. അപ്പൊ സംഘടന തന്നെ വാജിബ്. അതുപോലെ ഇന്ന ഷെയ്ഖ് എന്താണ് ആ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതന്നെ എന്ത് സംഘടന തന്നെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി ഉദ്ദേശിച്ചത്. അതങ്ങോട്ട് സ്ഥിരീകരിക്കല് നിങ്ങളെ മുന്നിലിരിക്കുന്ന ആൾക്കാരോട് സ്ഥിരീകരിക്കാന്നല്ലാണ്ട് ബുദ്ധിയുള്ളൊരു കൗമ് ലോകത്തില്ലേ? ലോകം എന്ന് പറഞ്ഞ വിശുദ്ധാണോ? അല്ലല്ലോ. AP മുസ്ലിയാര് എന്താണ് ഖബറും വന്ന് തുടച്ചെടുത്ത മണ്ണ് എന്ന് പറഞ്ഞിട്ട് എന്തേ കൊണ്ടുവന്ന് അത് വിശ്വസിക്കാൻ കുറെ ആൾക്കാർ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർ കിട്ടുമോ? ഉഷാറാണ്. കക്ഷിത്വം എന്നത് ഞങ്ങളെ തൊട്ട് തീണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇഖ്ലാസ് ഞങ്ങൾ എന്താണ് ഫേസ്ബുക്കിൽ മാത്രം അറിയിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, കാര്യങ്ങൾ അറിയിക്കുന്നുള്ളൂ. അത് അള്ളാഹ് കാണാൻ വേണ്ടി.